നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിൽ നിർണായകമായ മറ്റൊരു ചുവടുവയ്പ് കൂടി. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന K4 ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം ബംഗാൾ ഉൾക്കടലിൽ നടന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഡിസംബർ 23-24 തീയതികളിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആണവ അന്തർവാഹിനി INS അരിഹന്തിൽ നിന്നായിരുന്നു ഈ വിക്ഷേപണം. ഔദ്യോഗിക സ്ഥിരീകരണം പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് വരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പരീക്ഷണം 100% വിജയകരമായിരുന്നു. എന്താണ് K4 മിസൈലിനെ ഇത്രത്തോളം പ്രസക്തമാക്കുന്നത്? ഏകദേശം 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ കടലിനടിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന അത്യാധുനിക ആണവ മിസൈലാണ്. 2 ടണ്ണോളം ഭാരമുള്ള ആണവമുനകൾ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. മണിക്കൂറിൽ ഏകദേശം 6200 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ തടയുക എന്നത് ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അസാധ്യമാണ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ 10 മീറ്റർ നീളവും 17 ടണ്ണിലധികം ഭാരവുമുള്ളതാണ്. DRDO തദ്ദേശീയമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഈ പരീക്ഷണത്തിലൂടെ ഇന്ത്യ തങ്ങളുടെ ആണവ ത്രിരാഷ്ട്ര ശേഷി പൂർണ്ണമായും ഊട്ടിയുറപ്പിക്കുകയാണ്. കരയിൽ നിന്നും വായുവിൽ നിന്നും അണവായുധം തൊടുക്കാൻ ഇന്ത്യക്ക് നേരത്തെ തന്നെ കഴിയുമായിരുന്നു. എന്നാൽ കടലിനടിയിൽ നിന്നുള്ള ഈ പ്രഹരശേഷി ഇന്ത്യയെ ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ നിരയിലേക്ക് ഉയർത്തുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് നയം അനുസരിച്ച് ഒരു രാജ്യം ഇന്ത്യയെ ആക്രമിച്ചാൽ ആഴക്കടലിൽ ഒളിഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളിൽ നിന്ന് തിരിച്ചടിക്കാൻ ഈ K4 മിസൈലുകൾ കരുത്തുപകരും. ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രഹരശേഷി അഥവാ സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. സമീപകാലത്ത് INS അരിഗഡ് കമ്മീഷൻ ചെയ്തതും മൂന്നാമത്തെ അന്തർവാഹിനിയായ അരിദമൻ പരീക്ഷണ ഘട്ടത്തിലായതും ഇന്ത്യയുടെ നാവികക്കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുടെ വെല്ലുവിളികൾ നിലനിൽക്കെ K4 മിസൈൽ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു വൻ നാഴികക്കല്ലാണ്. കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് കുതിച്ചുയരുന്ന ഈ അഗ്നിജ്വാലകൾ ഭാരതത്തിൻ്റെ സുരക്ഷയുടെ അടയാളമായി മാറുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.